ഇത് എന്താണെന്ന് അമ്മൂസ് പറയും നോക്കട്ടെ. അതേ, അമ്മുക്കുട്ടി ശരിയായിട്ട് പറഞ്ഞല്ലോ. അപ്പുക്കുട്ടിക്ക് നടക്കാൻ വേണ്ടിട്ട് അപ്പാപ്പൻ നടവണ്ടി ഉണ്ടാക്കുകയാണ്. അത് അപ്പൂസിന്റെ നടവണ്ടി അവിടെ നിങ്ങളുടെ വീട്ടിലല്ലേ? ഇവിടെ അപ്പാപ്പന്റെ വീട്ടിക്ക് വന്ന ശേഷം അവന് പാവം നടക്കാനേ പറ്റുന്നില്ല. ചുമരൊക്കെ പിടിച്ച് പിടിച്ച് നടന്ന് ഇങ്ങനെ ബോധിയെന്നും പറഞ്ഞ് താഴെ വീഴയല്ലേ അവൻ. അതുകൊണ്ട് അപ്പാപ്പൻ അപ്പൂസിന് നടക്കാൻ വേണ്ടി നടവണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നടവണ്ടി എങ്ങനെയുണ്ട്? അതും അപ്പാപ്പൻ ഉണ്ടാക്കിയത് തന്നെയല്ലേ? അത് അമ്മൂസിന് വേണ്ടി ഉണ്ടാക്കിയതാ. അപ്പൂസിനെ പോലെ കുഞ്ഞു ഭാവിയായിരിക്കുമ്പോ നടക്കാൻ വേണ്ടി അപ്പാപ്പൻ ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നതാ. അതേടാ അമ്മൂസേ, അതും അപ്പാപ്പൻ തന്നെ ഉണ്ടാക്കിയത്. ഇതോ ഈ വണ്ടിയും അപ്പാപ്പൻ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ആദിക്കുട്ടന് ഉണ്ടാക്കി കൊടുക്കാം. എന്നിട്ട് ഇത് പിടിച്ച് അവങ്ങനെ മെല്ലെ മെല്ലെ നടന്നോളും. വേറെ എന്താ ഉണ്ടാക്കുന്നത്? അപ്പാപ്പൻ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ആദിക്കുട്ടിനെ നടക്കാൻ വേണ്ടി നടവണ്ടി മാത്രമോ അപ്പാപ്പൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതേടാ അമ്മൂസേ, ഇത് മാത്രം തന്നെ ഉണ്ടാക്കി. എന്തേ? ഈ അമ്മൂസിന് ഇതിപ്പോ എന്താ പറ്റിയത്? ഞാനിപ്പോ എന്ത് പറഞ്ഞെന്നും പറഞ്ഞിട്ടാണ് കുട്ടി പണങ്ങിയിട്ട് പോണത്? ഒന്നും മനസ്സിലായില്ലല്ലോ. എടാ ആദിക്കുട്ടാ, അപ്പാപ്പൻ ഉണ്ടാക്കി തന്ന വണ്ടി ഓട്ടിച്ചിട്ട് അപ്പോഴേക്കും ഇവിടെ എത്തിയോ? എടാ മിടുക്ക, ഇത്രയും സ്പീഡിൽ വണ്ടി ഓട്ടിക്കുന്ന അപ്പാപ്പൻ വിചാരിച്ചില്ലല്ലോ. ശരി ശരി, എന്റെ കുട്ടി വണ്ടി ഓട്ടിച്ച് ഈ വീട് മൊത്തം റൗണ്ട് അടിക്ക് നോക്കട്ടെ. ശരി ശരി, ഓട്ടിക്ക് ഓട്ടിക്ക്. ഇതെന്താ ഒരാളിവിടെ മിണ്ടാതെ കയ്യും കെട്ടിയിരിപ്പാണല്ലോ. എന്താണ് അമ്മൂസേ, അവിടെ നോക്ക് ആദിക്കുട്ടൻ എങ്ങനെ വണ്ടി ഓട്ടിക്കണെന്ന്. നീ എന്താ മിണ്ടാതിരിക്കണ്? അയ്യോ, അതെന്താ അപ്പാപ്പന്റെ കൂടെ മിണ്ടാത്തത്? എന്തു പറ്റി? അപ്പോഴേ ഞാൻ ആദിക്കുട്ടന് വണ്ടി ഉണ്ടാക്കുമ്പോ പെട്ടെന്ന് പിണങ്ങി കൊണ്ടുവന്നു. എന്താടാ പറ്റിയത്? അപ്പാപ്പൻ എന്താ ചെയ്തത്? അയ്യോ, ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിനാണോ എന്റെ അമ്മക്കുട്ടി ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത്? അയ്യോ, എന്റെ അമ്മക്കുട്ടി അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പൊ എന്താ, അമ്മൂസിനോട് കളിക്കാനൊന്നുമില്ല, അത്രയല്ലേ ഉള്ളൂ. കളിക്കാനില്ലെന്ന് ആരാ പറഞ്ഞത്? അപ്പാപ്പൻ അമ്മൂസിന് കളിക്കാൻ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അത് എന്ത് സാധനം എന്ന് അപ്പാപ്പൻ പറയില്ല. അമ്മൂസ് അപ്പാപ്പന്റെ കൂടെ വാ, എന്നിട്ട് അപ്പാപ്പൻ കാണിച്ചു തരാം. എന്താ, അമ്മൂസ് അപ്പാപ്പന്റെ കൂടെ വരുവോ? വാ, വന്നത് എന്ത് സാധനം നോക്കിയാ അമ്മൂസിനത് ഒരുപാട് ഇഷ്ടപ്പെടും. എന്നിട്ട് അതിലേ കളിക്കും. പിന്നെ വീട്ടിൽ പോണെന്ന് പറയുകയില്ല. അമ്മൂസ് ആദ്യം അപ്പാപ്പന്റെ കൂടെ വാ, എന്നിട്ടല്ലേ അത് എന്ത് സാധനം എന്ന് കാണാൻ പറ്റുള്ളൂ. വാ. എന്താടാ അമ്മൂസേ? അപ്പാപ്പ ആദിക്കുട്ടന് മാത്രം നടക്കാൻ നടവണ്ടി ഉണ്ടാക്കി കൊടുത്തു, അമ്മൂസിന് കളിക്കാൻ ഒന്നും ഉണ്ടാക്കി തന്നില്ല എന്നും പറഞ്ഞിട്ടല്ലേ അമ്മൂസ് അപ്പാപ്പന്റെ കൂടെ പിണങ്ങിയത്. ഇപ്പൊ അമ്മൂസിന് കളിക്കാൻ വേണ്ടിട്ടാണ് അപ്പാപ്പൻ ഈ ഊഞ്ഞാൽ ഉണ്ടാക്കിയത്. എങ്ങനെയുണ്ട്? അമ്മൂസിന് ഊഞ്ഞാൽ ഇഷ്ടപ്പെട്ടോ?
എന്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടോ? ശരി എന്നാ ഈ ഊഞ്ഞാലില് കളിക്ക്. ഇനിയിപ്പോ കളിക്കാൻ ഒന്നുമില്ലാന്ന് പറയില്ലല്ലോ. ശരി മക്കളെ, കളിക്ക്. അതെ മക്കളെ, മരത്തിൽ കെട്ടിയ ഊഞ്ഞാലല്ലേ, ആടുമ്പോ നല്ല കാറ്റ് വരും. എന്റെ മക്കള് രണ്ടുപേരും ഇവിടെ കളിക്ക്. അപ്പാപ്പന് കുറച്ച് പാടത്ത് പണിയുണ്ട്. അപ്പാപ്പൻ പോയി പണി നോക്കിയിട്ട് വരട്ടെ. അതുവരെ എന്റെ മക്കൾ ഇവിടെ മിണ്ടാതെ കളിക്കിട്ടോ. ആ ശരിയടാ അമ്മൂസേ, അപ്പൂസിനെ നോക്കിക്കോ. അപ്പാപ്പൻ ഇതെപ്പ വരാം. ഒറ്റയ്ക്ക്